പാലക്കാട് തൃത്താല കറുകപ്പത്തൂരിൽ ഗുണ്ടകളുടെ ആക്രമണത്തിൽ 2 പേർക്ക് കുത്തേറ്റു. ആക്രമണം നടത്തിയ 4 പേരെ പോലീസ് പിടികൂടി. മുഖ്യപ്രതികൾക്കായി അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് പോലീസ്. പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃത്താല കറുകപ്പത്തൂരിൽ ആക്രമണം നടത്തിയ ഗുണ്ടകൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതിക്രമം നടത്തിയ പ്രധാന പ്രതികൾ ഒളിവിൽ പോയതോടെയാണ് പോലീസ് നീക്കം ശക്തമാക്കിയത്. കറുകപ്പത്തൂരിലെ പള്ളിപ്പാടം റോഡിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിലാണ് കഴിഞ്ഞ ദിവസം ഗുണ്ട ആക്രമണമുണ്ടായത്. ക്വാർട്ടേഴ്സിൽ അസമയത്ത് ഒരു സംഘം ആളുകൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കിയ നടപടിയെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ കറുകപ്പത്തൂർ സ്വദേശിയും ക്വാർട്ടേഴ്സ് ഉടമയുമായ ഹുസൈൻ, ബന്ധു ജിംഷാദ് എന്നിവരെ അക്രമി സംഘം കത്തികൊണ്ട് കുത്തുകയായിരുന്നു. കുത്തേറ്റ 2 പേരെയും ആദ്യം കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. അവര് വാക്കുതർക്കായി അങ്ങനെ അവൻ ഇറക്കി കുത്തുകയാണ്, കത്തിയോണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്. ഇതറിഞ്ഞിട്ട് ജ്യേഷ്ഠൻ്റെ മോനും കൂടി വന്നിരുന്നു. ജ്യേഷ്ഠൻ്റെ മോൻ വന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും അവന് കുത്തി. അതിൽ അനുജനാണ് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ തനി ഗുണ്ടാ സംഘമാണെന്നാണ് പിന്നീട് നമുക്ക് അറിയുന്നത്. നമ്മൾ റൂം കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീക്കാണ്, ഒരു നേഴ്സാണ്, അവർക്കാണ് നമ്മൾ ഈ റൂം കൊടുത്തത്. പുള്ളിയുടെ ആ സ്ത്രീയുടെ മകൻ്റെ കൂട്ടുകാരാണ് ഇവരെന്നാണ് പറഞ്ഞത്. ഇവരിവിടെ ഒരു 10-15 പേര് ഉണ്ടായിരുന്നു. അതിക്രമം നടത്തിയവർ തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥിരം കുറ്റവാളികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. കാപ്പ കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട ചില അക്രമികൾ ഇതിനകം പോലീസ് വലയിലായിട്ടുണ്ടെന്നാണ് വിവരം. ആക്രമണം നടന്നപ്പോൾ തന്നെ 4 പേരെ ചാലിശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു. അക്രമി സംഘത്തിലെ ചിലർ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞതായി കെട്ടിട ഉടമയുടെ ബന്ധുക്കൾ പറഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കറുകപ്പത്തൂരിലും പരിസരങ്ങളിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. ന്യൂസ് മലയാളം, പാലക്കാട്.